ഹലോ, എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മനുവേട്ടൻ വന്നതുകൊണ്ട് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ ഇതുപോലെ ഒരു ഔട്ടിങ്ങിന് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും മനുവേട്ടനും എബിയും കൂടെ പുറത്തു പോയതാണ്. അപ്പോൾ ഞങ്ങളിത് സർക്കസ് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വുഡ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ എത്തിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ഇതുപോലെ ചെടികളും ഒക്കെ വെച്ചിട്ട് ഒരു വലിയൊരു മരമുണ്ട് അപ്പുറത്ത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഊഞ്ഞാലും കാര്യങ്ങളും സീസവും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഹട്ടുകൾ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോരോ ഹട്ടുകളായിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാമല്ലോ. പക്ഷേ ഞങ്ങൾ അവിടെ അല്ല ഇരുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അറ്റം വരെ ചെന്ന് കിച്ചണിൻ്റെ അതുവരെയൊക്കെ എത്തിയതിനു ശേഷം നമ്മൾ പിന്നെയും തിരിച്ചു പോന്നു. അപ്പോൾ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് പറഞ്ഞിട്ട് എ സി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എ സിയിലോട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. വെറുതെ അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ പുറത്തൊക്കെ ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കയറിയിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ നമ്മൾ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള ഐറ്റംസ് ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറേ സാധനങ്ങളും പറഞ്ഞു, പക്ഷേ അതൊന്നും അവിടെ റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് പൊറോട്ടയും അതുപോലെ ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റംസും കൂടിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചായി നമ്മൾ പോയി വന്നിട്ട്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ പേരെന്ന് ഞാൻ മറന്നു. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എബി അവനും രാവിലെ ചായനും കുടിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് വേഗം റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത്. അപ്പോൾ അതേ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഈ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു മുറ്റമൊക്കെ കാണും. അവിടെ കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫുഡ് എത്തി കേട്ടോ. അപ്പോൾ ഫുഡ് ഇതേ കണ്ടോ, ഞാൻ പൊറോട്ട മതിയല്ലോ എന്ന് മനുവേട്ടൻ ചോദിച്ചപ്പോൾ അപ്പം പറയുകയും ചെയ്തു. പക്ഷേ പിന്നെ വിചാരിച്ചു അയ്യോ പൊറോട്ട വേണ്ടിയിരുന്നില്ല. പക്ഷേ പൊറോട്ട സൂപ്പറായിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ളൊരു പൊറോട്ട ഞാൻ കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇങ്ങനെ മൊരിഞ്ഞിരിക്കണം പൊറോട്ട, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുപോലെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അധികം കട്ടിയൊന്നുമില്ലാണ്ട് ഭയങ്കര സോഫ്റ്റായിട്ട്, എന്താ പറയുക എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളതൊക്കെ വയറ് നിറച്ച് കുടിച്ചു. ഞങ്ങൾ പിന്നെ ഒരു ലൈം ജ്യൂസും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തെത്തി ഊഞ്ഞാലിലൊക്കെ കടന്നു എന്ന് പറഞ്ഞു ഇബി. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ നിന്നു കേട്ടോ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവിടെ കാണുന്നൊരു ഊഞ്ഞാലിലും പോയി കളിച്ചു പോകും. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നടന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടില്ല ഈ ബോർഡ് ശ്രദ്ധിച്ചത്. അപ്പോഴായിരുന്നു അത് ചട്ടിച്ചോറുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ആദ്യം കാണുമായിരുന്നെങ്കിൽ അതായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് മിസ്സായി. ഇനി നെക്സ്റ്റ് ടൈം നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ സർക്കസിൻ്റെ അവിടെ എത്തിയിട്ടോ. നമ്മളൊരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കയറിയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഈ എൻട്രീൻ്റെ അവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഇപ്പം സർക്കസൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റിൽ ഈ ഊഞ്ഞാലാട്ടം സംഭവമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എബി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവർ പുറത്ത് പോയിരുന്നതിന് ശേഷം പിന്നെ സെക്കൻഡ് അത് ആ ഊഞ്ഞാലാട്ടം കഴിഞ്ഞതിന് ശേഷം ഇത് അപ്പോൾ അത് അവന് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ മനുവേട്ടനും അവരിങ്ങോട്ട് അകത്തേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഇതൊന്നും പിന്നെ അവന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തേത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ടിക്കറ്റ് എടുത്തോ പണിയാവുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടാവാതെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീരെ ആളുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചു മുന്നിലൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കണ്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇവിടെ ആകെ കുറച്ച് വരെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ചിലപ്പോൾ ഉച്ചയായതുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് വലിയ ഭയങ്കര എന്താ പറയുക സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക എന്നും കാണുന്നതല്ലല്ലോ നമ്മൾ സർക്കസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പോട്ടെ എന്ന് വയ്ക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറേ എണ്ണം ഉൾപ്പെടുത്തതുണ്ട് കേട്ടോ. കാരണം
ഇത് ഒരുപാട് എല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കുറേ എണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചേട്ടൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം സെക്കൻഡ് ടൈമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ശ്വാസം അടക്കി പിടിച്ച് കാണുന്നത് പോലെയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഫസ്റ്റ് ലവ് ഒന്ന് വെച്ചിട്ട് പിന്നെ അതേ ഈ ഇങ്ങനെ ഇത് കണ്ടോ കുറച്ചുകൂടെ ഹൈറ്റിൽ വന്നു. അയ്യോ ഇതെനിക്ക് എന്താ പറയുക, അതിങ്ങനെ റോഡിങ്ങനെ ഇളകുന്നതിനനുസരിച്ച് എനിക്ക് ആകെ ഇങ്ങനെ കാലിങ്ങനെ ആകെ എന്താ പറയുക കിരികിരിക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ആകെ കൂടെ വേർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാലം. അങ്ങനെ ഞാൻ ശ്വാസം അടക്കി ഈശ്വര ഞാൻ ദൈവത്തെയും കൂടെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു ഇത് കണ്ടോ. പിന്നെ അയ്യോ ഇതൊക്കെ ഇങ്ങോട്ട് ഊരിയെടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കാകെ ഏതായാലും അത് സേഫായിട്ട് ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നേരത്തെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്ന് കേട്ടോ. പക്ഷേ പിന്നെ ഇതാ കയറിയിട്ടുണ്ട് 2 അതുപോലത്തെ പൈപ്പ് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് ആ റിങ് കൊണ്ടുള്ള അഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും അദ്ദേഹം സേഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് ഈ ഒരു ആഫ്രിക്കൻ എന്തോ ഒരു സംഭവം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേഷം കെട്ടലുകളല്ലേ. ഞാനിവിടെ ഇരുന്ന് ഇതോരോന്നും കണ്ടപ്പോഴും എനിക്ക് മനസ്സിലേക്ക് വന്നത് അതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജോക്കേഴ്സിൻ്റെതായാലും ഒക്കെ ഇപ്പം അവർ കാണിക്കുന്നത് എത്രത്തോളം നമ്മൾ ചിരിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ അവർ എന്നിപ്പോൾ ഇതന്നെയായിരിക്കില്ല റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം ഒരുപാട് അവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് എത്രത്തോളം ചിരി വരുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ആ ഒരു തൂണിലൊക്കെ കയറുന്നത് എനിക്ക് പിടിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കയറാൻ നോക്കുമ്പോൾ അങ്ങോട്ട് കൈ വേർത്താലുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു എനിക്കിതൊക്കെ കാണുമ്പോഴട്ടോ എൻ്റെ കൈ. പിന്നെ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം എനിക്ക് ചെറിയൊരു ടെൻഷൻ തന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത വീഡിയോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.